ഏഹ്, സേനാപതി വേണു, കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി, പ്രത്യേകിച്ച് ഇന്ന് രാവിലെ മുതൽ UDF പക്ഷം, കോൺഗ്രസ് ഏറ്റവും പ്രധാനമായ ഊന്നൽ കൊടുത്തിരുന്നത് നിലമ്പൂരിൽ BJPയുമായി LDF സഖ്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നൊരു വാദത്തിനായിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പം മുമ്പ് ജനങ്ങളോട് മാധ്യമങ്ങളിലൂടെ സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ വാദത്തിൽ ഇപ്പോഴും കോൺഗ്രസ് ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഇന്നലെ CPMന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ഒരു സ്വകാര്യ ചാനലിന്, ഒരു മാധ്യമ പ്രവർത്തകന് നൽകിയ ഇന്റർവ്യൂ, സംസ്ഥാന സെക്രട്ടറി, കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകൾ കേട്ടുകൊണ്ടിരുന്ന വാർത്താ സമ്മേളനം അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരുന്നതാണ്. അതിൽ അദ്ദേഹം വളരെ പരസ്യമായി തന്നെ പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ RSSുമായി സഹകരിച്ചിട്ടുണ്ട്. അതെന്നാണ് സഹകരിച്ചത്, ആ കാലവും സമയവും സഹകരിക്കാനുണ്ടായ എന്താ പറയുക സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം വളരെ വിശദമായി തൻ്റെ ഇന്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നത്. അത് കേരളത്തിലെ ആ ഇന്റർവ്യൂ കണ്ട മുഴുവൻ ആളുകളും കണ്ടിട്ടുള്ളതാണ് അല്ലെങ്കിൽ കേട്ടിട്ടുള്ളതാണ്. അത് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൊടുത്ത ഇന്റർവ്യൂ. ഇന്ന് ചിലപ്പോൾ അദ്ദേഹം അത് നിഷേധിച്ചിട്ടുണ്ടാകാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അദ്ദേഹം കൊടുത്ത വാർത്താ സമ്മേളനം, അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ കേരളത്തിലെ പൊതുസമൂഹം സമ്പൂർണ്ണമായി കണ്ടിട്ടുള്ളത്. ഇന്ന് കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി അതിനെ തിരുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഗോവിന്ദ മാസ്റ്റർ പേരെടുത്ത് പറഞ്ഞുകൊണ്ടല്ല, RSSുമായി ഞങ്ങൾ ഒരു ഘട്ടത്തിലും സഖ്യോ അല്ലെങ്കിൽ കൂടിച്ചേരലുകളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം കഴിഞ്ഞപ്പോൾ കേരളത്തിലെ പൊതുസമൂഹത്തിന് മനസ്സിലായത്, പണ്ടൊരു കുട്ടി തൻ്റെ പിതാവിനെ തേടി പോലീസ് വന്നു കഴിഞ്ഞപ്പോൾ അച്ഛൻ ഇവിടെയുമില്ല പത്താഴത്തിലുമില്ല എന്ന മറുപടി പോലെയാണ് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞപ്പോൾ കേരളത്തിലെ പൊതുസമൂഹത്തിന് തോന്നിയത്. മുഖ്യമന്ത്രിയോട് പല ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് പത്രക്കാരൊക്കെ പറഞ്ഞല്ലോ. അദ്ദേഹം ചോദ്യങ്ങൾക്കൊന്നും മറുപടി മുമ്പും നൽകാറില്ല, ഇപ്പോഴും നൽകാറില്ല. അദ്ദേഹം കുറെ ചരിത്രവും കുറെ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലവും ഒക്കെ ആണ് വിശദീകരിച്ചതും വിവരിച്ചതും. അദ്ദേഹം എന്തൊക്കെ വിശദീകരണങ്ങൾ നടത്തിയാലും കേരളത്തിലെ പൊതുസമൂഹത്തിന്, ഞാൻ ഇന്നിപ്പം അടുത്ത ദിവസം രാമൻപിള്ളയുടെ മാതൃഭൂമിക്ക് കൊടുത്ത ഒരു അഭിമുഖം പറഞ്ഞിരിക്കുന്നു. അതിൽ രാമൻപിള്ള വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്, 1977 ഞങ്ങളും, അതായത് RSSും CPMുമായി വളരെ കൃത്യമായ തെരഞ്ഞെടുപ്പ് സഖ്യമുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് ചോദിച്ചിട്ടുണ്ട്. ആ വോട്ട് ചോദിക്കാനുള്ള ചർച്ചയ്ക്ക് പോയ ആളുകളുടെ പേരുൾപ്പെടെയാണ് രാമൻപിള്ള വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനി ഗോവിന്ദ മാസ്റ്റർ എങ്ങനെ പറഞ്ഞാലും പിണറായി വിജയന്റെ വാർത്താ സമ്മേളനത്തിൽ അതിന്റെ ഉദാഹരണങ്ങളോ അതല്ല എങ്കിൽ നാൾ വഴികളോ എങ്ങനെയൊക്കെ സൂചിപ്പിച്ചാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്. അത് മറ്റൊന്നുമല്ല, കേരളത്തിൽ RSSുമായി CPM സഹകരിച്ചിട്ടുണ്ട്. ആ സഹകരണം വേണമെങ്കിൽ ഇനിയും തുടരുന്നതിന് ഞങ്ങൾക്ക് മടിയില്ല എന്നുള്ളൊരു രീതിയിലാണ് ഗോവിന്ദ മാസ്റ്ററുടെ വാർത്താ സമ്മേളനം. വ്യക്തമാണ് ശ്രീ വേണു, താങ്കളിലേക്ക് തിരിച്ചു വരാം.